Hi, dear friends. I'm very much happy to be here in the World Montessori Day with Usha Kumari. And Usha Chechi is the very personal family companion with the Kunyuni Master. Kunyuni Master, he loved the children, children loved him. കവിതയെ വേളി കഴിച്ച് ആളാണ് കുഞ്ഞിന് മാഷ്. കവിതയോടുള്ള ഇഷ്ടം കൊണ്ട് കവിതയെ വേളി കഴിച്ചു. സ്വന്തം കല്യാണം പോലും കഴിക്കാൻ മറന്നുപോയി അല്ലേ, കവിത എഴുതി. അപ്പോൾ കുഞ്ഞിന് മാഷ വീട്ടിലാണ് ഞാനുള്ളത്, അധികാരത്ത് വീട്ടിലാണ്. പക്ഷെ ചേച്ചിയുടെ അടുത്താണ്, തൊട്ടടുത്ത് തന്നെ കുഞ്ഞിന് മാഷയുടെ സ്മാരകമുണ്ട്. കുഞ്ഞിന് മാഷ കുട്ടേട്ടൻ എന്ന് വിളിക്കുന്നത്. കുട്ടേട്ടൻ്റെ സ്മാരകമായിട്ട് ഇതാ വീട്ടിൽ അവരുടെ അലമാരയുണ്ട്. ഇത് കുഞ്ഞിന് മാഷയുടെ കണ്ണടയാണ്. കുഞ്ഞിന് മാഷ് ഉപയോഗിച്ച കണ്ണട ഉണ്ട്, ചെയറുണ്ട്, എഴുത്തുണ്ട്, എല്ലാം ഉണ്ട്. കുഞ്ഞിന് മാഷും കുട്ടിയാടും എന്നുള്ള പങ്ക്തി മലർവാടി ഉൾപ്പെടെയുള്ള ബാലപ്രസിദ്ധീകരണങ്ങളൊക്കെ കുഞ്ഞിന് മാഷും കുട്ടിയോടും എന്നുള്ളൊരു പങ്ക്തി, അതിൽ വരുന്ന കത്തുകൾക്കൊക്കെ മറുപടി എഴുതിയിരുന്ന ആളാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ 65 വയസ്സായി. കുഞ്ഞിന് മാഷുള്ള സമയത്ത് ഞാനിവിടെ വന്ന് കുഞ്ഞിന് മാഷ് കൂടി താമസിച്ചിരുന്നു. അന്നും ഇവർ ഇത്രയും സുന്ദരി തന്നെയാണ്. ഇപ്പം അവരുടെ ഒരു ആഗ്രഹം കുഞ്ഞിന് മാഷയുടെ എല്ലാ രചനകളും അപ്രകാശിത രചനകളുണ്ട്, കയ്യെഴുത്ത് പ്രതികളുണ്ട്. ഇതൊക്കെ വെച്ചിട്ടൊരു മ്യൂസിയം ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. മലർവാടി ചിൽഡ്രൻസ് മാഗസിൻ, അത് കുട്ടികളുടെ പത്രാധിപശയിൽ മലർവാടി റീഡേഴ്സ് ഫോറത്തിൻ്റെ കീഴിൽ ഇന്ന് മുതൽ പ്രസിദ്ധീകരണം ആരംഭിക്കുകയാണ്. മലർവാടി ചിൽഡ്രൻസ് മാഗസിൻ ഒരു മോണ്ടിസോറി മാഗസിനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വേൾഡ് മോണ്ടിസോറി കൗൺസിലും ചേംബർ ഓഫ് എഡ്യൂക്കേഷനും ചേർന്ന് മലർവാടി റീഡേഴ്സ് ഫോറത്തിൻ്റെ കീഴിലാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പം അതിൽ കുഞ്ഞിന് മാഷ അനുഭവങ്ങൾ നമുക്ക് ധാരാളം കേൾക്കാം. പറയൂ. കുഞ്ഞിന് മാഷ അവസാനമായിട്ട് എഴുതിയ അന്തിപുസ്തകം എന്നാണ് അദ്ദേഹം അതിന് പേര് കൊടുത്തിരുന്നത്. അത് ഉഷ ചേച്ചിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിവിടെ ഉണ്ട്. കുഞ്ഞിന് മാഷയുടെ കണ്ണടയുണ്ട്, ഇതൊക്കെ ഉണ്ട്. പൈസ സൂക്ഷിച്ചിരുന്ന പെട്ടിയുണ്ട്. ചെറിയൊരു ഇരുമ്പ് പെട്ടിയിലാണ് കാശ് വെച്ചിരുന്നത്. അപ്പൊ ഇന്ന് മുതൽ അധികാരത്ത് വലപ്പാട് നിന്നും മലർവാടി പ്രസിദ്ധീകരണം ആരംഭിക്കുകയാണ്. മലർവാടിയിൽ ആദ്യ പങ്ക്തിന് കുഞ്ഞിന് മാഷിന്റെ ഇന്ററാക്ഷൻ, കുഞ്ഞിന് മാഷും കുട്ടികളും എന്നുള്ള പുസ്തകമാണ്. ഉഷ ചേച്ചി എന്ന ബുക്ക് 2 പുസ്തകം എഴുതിയിട്ടുണ്ടല്ലേ? അതൊക്കെ പേര്? ഒന്ന് കുഞ്ഞുണ്ണി എന്ന ഇതിന്റെ ഓർമ്മിക്കാൻ ഓമനിക്കാൻ. നമുക്കറിയാം MT ഉൾപ്പെടെയുള്ള ഒരുപാട് സാഹിത്യകാരന്മാരെ വളർത്തിക്കൊണ്ടുവന്ന ആളാണ് കുഞ്ഞിന് മാഷ്. കുഞ്ഞിന് മാഷും കുട്ടികളും എന്നുള്ളൊരു പങ്ക്തി, അതിലൂടെയാണ് കുഞ്ഞിന് മാഷ് ലോക പ്രശസ്തി ആർജിക്കുന്നത്. കുഞ്ഞിന് മാഷ് കവിതകൾ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ നടത്തുന്നുണ്ട്. ഇപ്പോൾ DC ബുക്സാണ് പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചത് അല്ലേ? പക്ഷേ കുഞ്ഞിന് മാഷ കവിതകൾ ഇനിയും വായിക്കപ്പെടേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത് മറ്റ് ഭാഷകളിലേക്ക് എത്തണം. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് കോളനൈസ്ഡ് റൈംസ് ആണുള്ളത്. ഇപ്പം ബാബ ബ്ലാക്ക് ഷീപ്പ്, ഹാവ് യു എനി വൂൾ, യെസ് സർ, യെസ് സർ, 2 bags full, അല്ലെങ്കിൽ ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫാളിംഗ് ഡൗൺ, അല്ലെങ്കിൽ ഹോട്ട് ക്രോസ് ബൺ, 1 penny 2 penny. ഇതാണ് ലോകത്ത് മുഴുവൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് പകരം ഡീകോളനൈസ്ഡ് ഇന്ത്യൻ റൈംസ് ആണ് നമുക്ക് ആവശ്യം. ഹോട്ട് വട ആൻഡ് കേക്ക്, 1 rupee 2 rupee ഹോട്ട് വട ആൻഡ് കേക്ക് എന്ന് പഠിപ്പിക്കുന്നതിന് പകരം ലോകത്ത് മുഴുവൻ പഠിപ്പിക്കുന്നത് ഹോട്ട് ക്രോസ് ബൺ ആണ്. ഈ ക്രോസ് ബൺ എന്താണെന്ന് ആർക്കും അറിയില്ല. പെന്നി എന്താണെന്ന് നമുക്ക് അറിയില്ല. അതൊരു ഫോറിൻ കറൻസി എന്നുള്ള പിന്നീട് നമുക്ക് അറിയുന്നുള്ളൂ. അപ്പം നമ്മുടെ നാടിനോട് ചേർന്നുള്ള കവിതകൾ, ഹായ് ടായി മിഠായി, തിന്നുമ്പോൾ എന്തിഷ്ടായി, തിന്നു കഴിഞ്ഞാൽ കഷ്ടായി. ആക്ച്വലി ഇത് മിഠായിയെ കുറിച്ചല്ല പറഞ്ഞത്, കല്യാണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. കല്യാണം കഴിക്കാൻ എന്ത് ഇഷ്ടമാണ്, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് കഷ്ടമായി. കാക്കപ്പാറി വന്നു, പാറമേലിരുന്നു, കാക്കപ്പാറി പോയി, പാറ ബാക്കിയായി. കൊക്കക്കോളയിൽ, നമ്മുടെ പ്ലാച്ചിമടയിൽ നമുക്കറിയാം, കൊക്കക്കോള കമ്പനി വന്നെടുത്ത് വെള്ളം മുഴുവൻ ഊറ്റിയെടുത്ത് കൊക്കക്കോള അവിടുത്തെ പോയി. കമ്പനി പോയിട്ടുണ്ടെങ്കിലും അവിടുത്തെ വെള്ളം മുഴുവൻ പോയി. ഇതാണ് കാക്കപ്പാറി വന്നു, പാറമേലിരുന്നു, കാക്കപ്പാറിപ്പോയി, പാറ ബാക്കിയായി. ഇങ്ങനെ വളരെ ദാർശനികമായ കവിതകൾ എഴുതി കുട്ടികൾക്കും മുതിർന്നവരും ചിന്തിപ്പിച്ചതായിരുന്നു കുഞ്ഞിന് മാഷ്. അപ്പോൾ കുഞ്ഞിന് മാഷിന്റെ പങ്ക്തിയോട് കൂടി തന്നെ കുഞ്ഞിന് മാഷും കുട്ടിയോളും എന്നുള്ള പങ്ക്തി നമ്മൾ വീണ്ടും നമ്മൾ ആരംഭിച്ചുകൊണ്ട് മലർവാടി ഇന്നു മുതൽ എല്ലാ ദിവസവും ആരംഭിക്കുകയാണ്. ഒരു ദിവസം 1 രൂപയാണ് മലർവാടിൻ്റെ വില. അങ്ങനെ ഒരു വർഷത്തേക്ക് 365 രൂപ. അത് 366 ഈ വർഷം ലീപ്പ് ഇയർ ആയതുകൊണ്ട്. ഇന്ന് ലോകത്തിലെ ആദ്യത്തെ വിദ്യാലയം കസാഡെ ബാംബിനി, ഹൗസ് ഓഫ് ചിൽഡ്രൻ കുട്ടികളുടെ വീട് എന്ന പേരിൽ ഡോക്ടർ മറിയാം മോണ്ടിസോറി 1907 ഇറ്റലിയിൽ ആരംഭിച്ചത് ഇന്നാണ്.
ജനുവരി 5 ഇന്നാണ് വേൾഡ് മോണ്ടിസോറി ഡേ. അപ്പം ഈ വർഷം 2024 കുട്ടികളുടെയും പൂക്കളുടെയും അന്താരാഷ്ട്ര വർഷമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. ഇസ്രായേലിലും ഫലസ്തീനിലും നടക്കുന്ന യുദ്ധം നമുക്കറിയാം. അവിടെ കുട്ടികളും അവരുടെ സ്വപ്നങ്ങളും നഷ്ടം. ഇപ്പോൾ കുഞ്ഞിന് മാഷുണ്ടെങ്കിൽ കുഞ്ഞിന് മാഷ് അതിനെക്കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എല്ലാ ആനുകാലിക വിഷയങ്ങളും വളരെ സരസമായി കവിത എഴുതി കവിതയെ വേളി കഴിച്ച കവിയുടെ വീട്ടിലാണ് ഞാനുള്ളത്. ഇവിടെ കുഞ്ഞിന് മാഷ് സ്മാരകമുണ്ട്. അതിൽ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലത്താണ് കുഞ്ഞിന് മാഷ് എല്ലാ രചനകളും സൂക്ഷിച്ച വീട് അല്ലേ? കുഞ്ഞിന് മാഷായിട്ടുള്ള അനുഭവങ്ങൾ ഒന്ന് പറയാം. കുട്ടേട്ടൻ എന്നാണ് കുഞ്ഞിന് മാഷ് വിളിച്ചിരുന്നത് അല്ലേ? ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടല്ലോ. അങ്ങനെ പെട്ടെന്ന് ഉഷ ചേച്ചി എന്ന് പറഞ്ഞ കുഞ്ഞിന് മാഷിന്റെ പെങ്ങളുടെ മകന്റെ ഭാര്യ. എത്ര പെങ്ങളാണ് കുഞ്ഞിന് മാഷ്ക്കുള്ള? 3 പെങ്ങന്മാരും ഒരനിയനും. ഓക്കെ. അപ്പം തീർച്ചയായിട്ടും അന്ന് ഞാനിവിടെ താമസിച്ച സമയത്ത് കുഞ്ഞിന് മാഷ് വീട്ടിലാണ് താമസിച്ചിരുന്നത്. കുഞ്ഞിന് മാഷ് സദാസമയം രാമ 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 എന്ന് പറഞ്ഞിട്ടായിരുന്നു അല്ലേ? ഭയങ്കര ഈശ്വരഭക്തി ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ കുഞ്ഞിന് മാഷ് വളരെ സ്വന്തമായി സൂക്ഷിച്ച കുറേ കാര്യങ്ങൾ. കുഞ്ഞിന് മാഷ് പേനകളല്ല അത് ഒന്ന്. ഇത് കുഞ്ഞിന് മാഷ കണ്ണട. വളപ്പൊട്ട് കാണാം. കുഞ്ഞിന് മാഷ വളപ്പൊട്ട് ഇവിടെ. ഇതാണ്. ഒന്ന് കാണിക്കാം. വളപ്പൊട്ട് ശേഖരിച്ചിരുന്നോ? വളപ്പൊട്ടുണ്ടൻ കയ്യിൽ മയിൽപ്പീലിയുണ്ടുള്ളിൽ രസനിമിഷങ്ങൾ സരസമാക്കാൻ ധാരാളമാണ് എനിക്ക് ഇവ ഇന്നും. നമ്മൾ വളപ്പൊട്ടും മയിൽപ്പീലി തുണ്ടുകളൊക്കെ നൊസ്റ്റാൾജിയ സൂക്ഷിക്കുന്നത് കുഞ്ഞിന് മാഷിന്റെ സൂക്ഷിച്ച വളപ്പൊട്ടുകളാണത്. അപ്പോൾ ഒരു വലിയ മഹാനായ കവി ഒക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറെ ബോട്ടിലല്ലേ? 4 ബോട്ടിലുണ്ട്. ഈ ഫോട്ടോ ഭർത്താവ്. നിങ്ങളുടെ ഭർത്താവ് ഉഷ ചേച്ചിയുടെ ഭർത്താവാണിത് കേട്ടോ. മറ്റേതാരാ? ഇതാരാ അടുത്ത? ഓ ശരി. ഓക്കെ. കുഞ്ഞിന് മാഷിന്റെ കുറേ പോർട്രേറ്റ്സുകൾ ചിത്രങ്ങൾ ഒക്കെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ അഷ്റഫ് എന്ന് പറഞ്ഞ സാറുണ്ട്. സാർ വരും. സാറ് തൃപ്പയാറിലാണ്. നിങ്ങളുടെ ഹസ്ബൻഡ് ഉഷ ചേച്ചി ഹസ്ബൻഡുള്ള ഫോട്ടോ ആണല്ലോ. ഹസ്ബൻഡ് ഇപ്പോൾ 6 മാസം മുമ്പ് മരിച്ചു അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് കുഞ്ഞിന് മാഷിന്റെ കുട്ടികളുമായിട്ടുള്ള ഫോട്ടോ. അത് പ്രതിമയാണ്. ഇതിവിടെ എവിടെ സ്ഥാപിച്ച പ്രതിമ? ഇത് പറവൂര് സ്കൂളിൽ. പറവൂര് സ്കൂളിലെ ഉണ്ടാക്കിയ ഫോട്ടോ ആണത്. കണ്ടാൽ ഒറിജിനൽ പോലെ തോന്നുന്നു. ശില്പം സ്കൾപ്ചർ കണ്ടാൽ ഒറിജിനൽ പോലെ തോന്നും അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ കുഞ്ഞിന് മാഷിന്റെ വിശേഷങ്ങളായിട്ട് നമ്മൾ ധാരാളം കാര്യങ്ങൾ നമ്മളൊന്ന് പങ്കുവെച്ചു. ഇവിടെ ഇതാണ് കുഞ്ഞിന് മാഷിന്റെ ഈ അന്തിപ്പുസ്തകം അല്ലേ? അതിന്റെ ഒരു ഹിസ്റ്ററി ഒന്ന് പറയും. ഇത് അവസാന കാലത്ത് എഴുതിയിരുന്ന പുസ്തകം. ഇതിന് അന്തിപുസ്തകം എന്ന പേരിട്ടു. പേരില്ല. പുത്തൻ കാര്യം അകത്തുള്ളത് പുസ്തകം. പുത്തൻ കാര്യം അകത്തുള്ളതാണ് പുസ്തകം. അത് അന്തിപുസ്തകം, അവസാനത്തെ കാലത്ത് എഴുതിയ പുസ്തകം. അത് ഉഷ ചേച്ചിക്ക് ഒരു സമ്മാനമായിട്ട്, ഒരു നിധിയായിട്ട് അദ്ദേഹം കൊടുത്തയച്ചാണ്. ഉഷ ചേച്ചിയുടെ സ്വന്തം. അതെ. ഇത് നമ്മൾ പബ്ലിഷ് ചെയ്യാൻ പോകുന്നു, കാരണം ആളുകൾക്കൊക്കെ അറിയണ്ടേ. ഓക്കെ. അപ്പോൾ ഈ പുസ്തകം ആര് വഴിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? അങ്ങനെ പബ്ലിഷ് ചെയ്യണില്ല. അല്ല, നിങ്ങൾക്ക് ആര് വഴിയാണ് കിട്ടുന്നത് പുസ്തകം കൊടുത്തയച്ചത്? ഇത് എനിക്ക് തന്നതല്ലേ, ഞാൻ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് തന്നതാണ്. ഓക്കെ. അത് ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു? വീട്ടിൽ വെച്ചിട്ടില്ലേ? ഇതാണ് കുഞ്ഞിന് മാഷ ഡയറി അല്ലേ? ഇത് ആ ഇയർ ആണോ? 2000? അങ്ങനെയല്ല, ഡയറിയാണ്. പക്ഷെ ഇത് എഴുതണത് പഴയ വർഷത്തെ ഡയറിയാണ് അല്ലേ? ഓക്കെ. ആ ഡയറിയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞിന് മാഷിയുടെ എല്ലാ പങ്ക്തികളും, മലർവാടി, പിന്നെ ബാലഗോകുലം, ബാലപങ്ക്തി. അതിലേതൊക്കെയാണ്? മലർവാടിയും പിന്നെ വേറെ മലർവാടിയിലും മാതൃഭൂമി അയച്ചപ്പതിലും ബാലപങ്ക്തിയിലും കുട്ടേട്ടൻ എന്നുള്ള പേര്. അത് കുഞ്ഞിന് മാഷ് പറയുന്നത് കേട്ട് എഴുതിയിരുന്നത് ഉഷ ചേച്ചിയായിരുന്നു. വായിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുഞ്ഞിന് മാഷ് അതിന് മറുപടി എഴുതും. ആളുകൾ കത്തെഴുതും, കുഞ്ഞിന് മാഷിന് മറുപടി പറഞ്ഞു തരും, ഞാൻ എഴുതും. അന്ന് ഞാനൊരു ഇത് മലർവാടിയിൽ ചോദിച്ചിരുന്നു.
അതിയാരത്ത് വിരുന്നിന് വന്നാൽ ആദ്യം കിട്ടുക എന്താണ്? അടിയോ ഇടിയോ അടയോ വടിയോ ചെലവില്ലാത്ത വെറും ചിരിയോ. അപ്പൊ അതിന് മലയാളിയിൽ മറുപടി വന്നത് വാ വരുമ്പോൾ കാണാന്നായിരുന്നു. ഉഷ ചേച്ചി വളരെ ഇതിൽ നമ്മൾ സ്വീകരിച്ചു. അതുപോലെ ഇവിടെ സാംസ്കാരിക നിലയം, അത് സർക്കാരിന്റെ സാഹിത്യ അക്കാദമിക്ക് കീഴിലാണ്. അപ്പൊ ഉഷ ചേച്ചിയുടെ ഇതൊന്ന് പറയും, നിങ്ങളുടെ ഒരു ഡ്രീം. എനിക്ക് അങ്ങനെ ഒരു പുതിയ വീടൊക്കെ ഉണ്ടാക്കുമ്പോ ഇത് നല്ല ഭംഗിയിൽ ഇങ്ങനെ ഒരു മ്യൂസിയം പോലെ വെക്കണം, ഒരു മുറി അതിന് വേണ്ടിട്ട് കുട്ടികൾക്ക് വേണ്ടിട്ട് ഉണ്ടാക്കണം. ഓക്കെ ഓക്കെ. അപ്പൊ മലർവാടി നമ്മള് അതിയാരത്ത് നിന്ന് തന്നെ പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. വീണ്ടും അതിയാരത്ത്, മലർവാടി, അതിയാരത്ത്, വലപ്പാട്, തൃശ്ശൂർ. പിൻകോഡ് എത്രയായിരുന്നു? 680 567 680567. ഉഷ ചേച്ചി നമ്മുടെ ഗസ്റ്റ് എഡിറ്റർ ആയിരിക്കും. അതുപോലെ ധാരാളം കുട്ടികൾ വരും. അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞിന് മാഷോടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അതിന് നമ്മൾ മറുപടി, കുഞ്ഞിന് മാഷിന്റെ മറുപടി തന്നെ വരും. എന്നാൽ മുമ്പ് എഴുതിയിരുന്ന പങ്ക്തികൾ അതേപോലെ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്, അത് പ്രസിദ്ധീകരിക്കും. കൂടാതെ നിങ്ങളുടെ പുതിയ പങ്ക്തികൾക്ക് കേരളത്തിലെ വളരെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരും സാഹിത്യകാരന്മാരൊക്കെ ഒരു മറുപടി കൊടുക്കും. കുഞ്ഞിന് മാഷ്ക്ക് എഴുതുന്ന പോലെ തന്നെ കുഞ്ഞിന് മാഷ് മറുപടി എഴുതുന്ന രീതിയിൽ വരും. മലർവാടി വീണ്ടും വരുന്നു. മലർവാടി നോളജ് വില്ലേജിന് കീഴിലാണ് മലർവാടി വരുന്നത്. ഇത് പ്രസിദ്ധീകരിക്കുന്നത് വേൾഡ് മോണ്ടിസോറി കൗൺസിലും ചേംബർ ഓഫ് എഡ്യൂക്കേഷനും ചേർന്ന് കൾട്ടിവേഴ്സിറ്റി എന്നുള്ള കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റാർട്ടപ്പ് പ്രോജക്റ്റ് ഉണ്ട്. അതിൻ്റെ ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 2024 കുട്ടികളുടെ അന്താരാഷ്ട്ര വർഷമായിട്ടാണ് ഇൻ്റർനാഷണൽ ഇയർ ഫോർ ചിൽഡ്രൻ ആൻഡ് ഫ്ലവേഴ്സ്. കുട്ടികൾക്കും പൂക്കൾക്കും വേണ്ടിയിട്ടുള്ള വർഷമാണ്. ഇതാ പൂക്കളും പൂമ്പാറ്റും. അപ്പോൾ ഉഷ ചേച്ചിയുടെ ഒരു സന്ദേശം ഒന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മലർവാടിയുടെ ഔദ്യോഗിക സന്ദേശം ഒന്ന് പറയും. കുട്ടികളൊക്കെ എഴുതി തെളിഞ്ഞു വരിക, വായിച്ച് വളരുക, കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ അങ്ങനെ മിടുക്കന്മാരായിട്ട് വളരുക. കുഞ്ഞുണ്ണി മാഷ് ഏറ്റവും പ്രിയപ്പെട്ട കവിത ഏതായിരുന്നു? അങ്ങനെ ഇല്ല. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കവിത? എനിക്ക് അങ്ങനെ ഇല്ല കേട്ടോ, എനിക്ക് എല്ലാ കവിതയും അറിയാൻ വിട്ടാണ്ട്. എന്നാലും പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. ഓക്കെ ഓക്കെ. ഇപ്പം നമ്മൾ ആ പാട്ട് ഒന്ന് റീഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പൂച്ച ചീത്ത പൂച്ച, വൃത്തിയില്ല പൂച്ച, പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. കാക്ക നല്ല കാക്ക, വൃത്തിയുള്ള കാക്ക, വേസ്റ്റ് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. കുഞ്ഞിന് മാഷ് എപ്പോഴും സൗന്ദര്യത്തിന്റെ പിന്നിലായിരുന്നു. കുഞ്ഞിന് മാഷ് എപ്പോഴും സൗന്ദര്യത്തിന്റെ പിന്നാലായിരുന്നു. പൂച്ചനെ വളരെ ഇതാക്കി. പക്ഷെ പൂച്ച ആക്ച്വലി ചെയ്തത് എന്താ? പാല് മോഷ്ടിക്കുക ചെയ്തത്. പക്ഷെ കാക്കയോ നമ്മൾ വേസ്റ്റ് വൃത്തിയാക്കുന്നുണ്ട്. ഇങ്ങനെ കുഞ്ഞിന് മാഷിന്റെ കഥകൾ, കവിതകളൊക്കെ വെച്ച് കഥകൾ എഴുതിയിട്ടില്ല. കഥകൾ തീരെ എഴുതിയിട്ടില്ലല്ലോ. കഥകൾ എഴുതിയിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? കുഞ്ഞിന് മാഷിന്റെ കഥകൾ, കവിതകള് ഇതൊക്കെ വെച്ച് വേണ്ടിട്ട് ഒരുപാട് എഴുതിയുണ്ടല്ലോ. ഒരുപാട് എഴുതിയുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. കുട്ടിയേട്ടന്റെ കുറിപ്പുകളില് എന്നും ഉണ്ടല്ലോ. അത് കുട്ടിയേട്ടന്റെ കുറിപ്പുകൾ പല പങ്ക്തിയിലുണ്ടല്ലോ. നല്ല തുടക്കം, നല്ലൊരു ദുഃഖം, നല്ലൊരു നടുവും, കഥ നന്നായി. അതുപോലെ അരയാലിനെ കുറിച്ച്, അത് ഞാൻ അരയാൽ, നമുക്ക് അധ്യാപക സംഘടന ഉണ്ടായിരുന്നു, ടീച്ചേഴ്സ്. ഞാൻ ടീച്ചേഴ്സ് ട്രെയിനിങ് പഠിക്കുന്ന സമയത്ത് അരയാൽ എന്നുണ്ട് നമ്മളിവിടെ വന്നിരുന്നു. അന്ന് കുഞ്ഞിന് മാഷ് നമുക്ക് വേണ്ടി എഴുതിയാണ് അരയാൽ അരയാൽ ആലരയാൽ ഒരു പേരാരരയാൽ നൂരരയാൽ. നമുക്ക് സ്വന്തമായിട്ട് അന്ന് എഴുതി തന്നു. നമ്മളത് വീഡിയോയിൽ ഷൂട്ട് ചെയ്തിരുന്നു. എന്തിനെ കുറിച്ചും കവിത എഴുതും. കവിത തന്നെ ജീവിതമാക്കി മാറ്റും. ചെവിയൊക്കെ എഴുതൂലോ അല്ലെ. അറിവുള്ളവരുടെ മുഖത്ത് കാണുന്നത് കണ്ണ്, അതല്ലാത്തവർക്ക് അവിടെ കാണുന്നത് പുണ്ണ്. ആ കുഞ്ഞിന് മാഷ് കൂടെ താമസിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്കൊരു വലിയ ഭാഗ്യമാണ്. ഇപ്പൊ വീണ്ടും ഞാനിവിടെ എത്തി.